എല്ലാവരുടെയും ഡൗട്ടാണ് സോപ്പിന് പതണ്ട എന്നുള്ളതൊക്കെ. അപ്പം അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോയുടെ ഫസ്റ്റ് ഭാഗം തന്നെ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ടും അതുപോലെ തന്നെ കറ്റാർ വാഴ, അതുപോലെ തുളസിയുടെ ഇല, പിന്നെ പനിക്കൂർക്ക, ഇതൊക്കെ വെച്ചിട്ട് ആര്യവേപ്പിൻ്റെ ഒരു ആയുർവേദിക് സോപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ അലോവേരയുടെ, അതായത് കറ്റാർ വാഴ ഉണ്ട്, അതിനോടൊപ്പം തന്നെ തുളസിയുടെ ഇല ഉണ്ട്, അതുപോലെ പനിക്കൂർക്ക, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് ഞാനിന്ന് ആര്യവേപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാനതെല്ലാതും പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് ഒരു പാത്രത്തിൽ വെള്ളത്തിലെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയിലിട്ടിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് അരക്കണ ഭാഗമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇതിൽ കാണുന്നില്ല, കട്ടായി പോയി തോന്നുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് എനിക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എത്ര ml ഉണ്ട് എന്നുള്ളത് ഗ്ലാസ്സിൽ അളന്നിട്ട് നോക്കാം. അപ്പോൾ എത്ര ml ആണോ നമുക്ക് കിട്ടിയത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ 1 കിലോ ബേസിൽ ഒഴിക്കേണ്ടത്. ഇപ്പം നമുക്ക് ഏകദേശം ഇതിൽ 40 മില്ലിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോസിൽ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം എത്ര ഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 40 മില്ലി കാണുന്നുണ്ടാകുന്ന അറിയില്ല, 40 മില്ലിയോളം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 40 മില്ലിയൊന്നും നമുക്ക് 1 കിലോ ബേസിലേക്ക് ആവശ്യമില്ല. 1 കിലോ ബേസിലേക്ക് നമുക്ക് ആകെ ആവശ്യമായിട്ട് വരുന്നത് 20 മില്ലിയാണ് നമുക്ക് ആകെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 40 മില്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് 2 കിലോ ആയുർവേദിക് സോപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോസിൽ 1 കിലോ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് 1 കിലോ സോപ്പ് ബേസാണ് ഞാനിവിടെ അളന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 കിലോ സോപ്പ് ബേസ് കൊണ്ട് നമുക്ക് എത്ര സോപ്പ് കിട്ടും, അതുപോലെ തന്നെ 1 കിലോൻ്റെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള 1 കിലോ സോപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര സോപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളത് പീസായിട്ട് നമുക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോകാൻ ഏറ്റവും നല്ലതാണ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്യണത്. ഓൾറെഡി നമുക്കിങ്ങനെ പീസായി വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാറില്ല. അത് കൂടാണ്ട് നമ്മുടെ കയ്യിൽ ബാറായിട്ടുള്ളതും വന്നിട്ടുണ്ട്, പീസായിട്ടുള്ളതും വന്നിട്ടുണ്ട്. പീസായിട്ടുള്ളത് വന്നതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതലായിട്ടും സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കാറ്, കസ്റ്റമർക്ക് അങ്ങനെ കൊടുക്കാറില്ല. ബാറ് വരാൻ വൈകിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 2-3 കസ്റ്റമർക്കൊക്കെ നമ്മൾ പീസായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 1 കിലോ ബേസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഏത് സോപ്പാണ് ആര്യവേപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോസിലൂടെ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാനിത് മെൽറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ, ഈ ഒരു സ്പൂണ് കണക്കാണ് എനിക്കെപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ 2 സ്പൂണാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ 2 എണ്ണം പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അത് 20 ml അതും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആകെ 20 ml ആണ് വേണ്ടത്, ഇത് 40 ml ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 20 ml ആണ് നമുക്ക് ഈ 1 കിലോ ബേസിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ 2 എണ്ണം പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്, പക്ഷെ അത് വീഡിയോസിൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും 1 കിലോനും കൂടെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ 1 കിലോ സോപ്പ് വെച്ചിട്ട് 10 സോപ്പാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ചിലപ്പോൾ ഒരു 11 എണ്ണം കിട്ടാറുണ്ട് ചില സമയത്ത് 9 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം അങ്ങനെയാണ് കണക്ക്. ഇപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് 9 എണ്ണം കറക്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. 10ന് കുറച്ചൊരു കുറവുണ്ട്, എന്നാലും നമുക്ക് 10ആയിട്ട് തന്നെ കണക്ക് കൂട്ടാം. 10 സോപ്പാണ് എപ്പോഴും കൂടുതലായിട്ടും 1 കിലോ ബേസ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടാറ്. അപ്പോൾ നമുക്കിതെല്ലാം മുകളിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് സെറ്റായതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുത്തിട്ട് നോക്കാം. ഇനി അതിൻ്റെ മേലെ വല്ല പതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റബ്ബിങ് ആൽക്കഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ മുകളിലത്തെ ആ പതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, നമ്മൾ യാതൊരു കെമിക്കലും കൂടാണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആര്യവേപ്പിൻ്റെ സോപ്പാണിത്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ കമൻ്റായിട്ട് ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജായിട്ട് അയച്ചാലും മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ലാസ്റ്റിൽ തന്നെ ഞാൻ ഇതിൻ്റെ പത ഒന്നുകൂടെ നിങ്ങൾക്ക് കഴുകിയിട്ട് കാണിച്ചു തരാം. എത്രത്തോളം ഈ സൂപ്പ് ബേസിന് പത ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേസിന് എങ്ങനെ പത ഉണ്ടോ എന്നൊക്കെ. അതുകൊണ്ടാണ് നമ്മളത് വീഡിയോയുടെ ഫസ്റ്റും ലാസ്റ്റുമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് വന്നിട്ടുള്ള ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളത് നിങ്ങൾക്ക് പത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നത്. കണ്ട, നല്ല പതമുണ്ട്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ് നമ്മൾ കൊടുക്കുന്നത്. യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇതുവരെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.